എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് പോലോ. നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനക നന്ദുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നന്ദു ആകെപ്പാടെ വിഷമിച്ചായിരിക്കുന്നേ. നന്ദുവിന്റെ മനസ്സിൽ എന്തൊക്കെയാ വിഷമങ്ങളുണ്ടെന്ന് കനകയ്ക്ക് മനസ്സിലായി. പിന്നീട് കനക നന്ദുവിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ നന്ദു എന്ത് ചെയ്യാണ്, ആദ്യമൊക്കെ ഓരോന്ന് പറഞ്ഞ് തടി വരി. പിന്നെ നന്ദുവിന് തോന്നി ഇനിയിപ്പൊ താൻ ഇങ്ങനെ ഇനി ഇരുന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഓരോന്ന് ചോദിച്ചുകൊണ്ട് വരും. അപ്പം അമ്മയുടെ മനസ്സിൽ കരട് മാറ്റി കൊടുക്കണം. അമ്മയുടെ മനസ്സിൽ വേവലാതികളൊക്കെ മാറ്റാനായിട്ട് എന്തേലും വഴികൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നന്ദു ഒരു പ്ലാൻ തയ്യാറാക്കുവാണ്. ഇതോടൊപ്പം തന്നെ അഭിയും ജർജയും ഉറങ്ങാതിരിക്കുവാണ്. ഈ രാത്രിയിൽ എന്ത് സംഭവിക്കുക, ആ വിഗ്രഹങ്ങൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയാൽ മാത്രമേ സ്വസ്ഥതയോടെ സമാധാനത്തോടും കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അതിന് അവന്മാര് ഫോൺ ചെയ്യണം. അവന് ഫോൺ ചെയ്തിട്ട് പറയണം എല്ലാ കാര്യങ്ങളും സക്സസ് ആയെന്ന്. എങ്കിൽ മാത്രമേ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഉറക്ക വിളിച്ച് ശിവരാത്രി ആഘോഷിക്കുകയാണ് അമ്മയും മോനും കൂടി ഇരുന്നിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും അത് കൂടാതെ ഗോവിന്ദനെ വന്ന് അടിച്ചിട്ട് വിഗ്രഹങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്ന ഗുണ്ടകളെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നൊക്കെ തന്നെയാണ് നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിയാണ് തന്റെ ഗുണ്ടകളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആദർശാണ് അങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ സൂക്ഷിച്ചോണം കേട്ടോ, എത്രയും പെട്ടെന്ന് നിങ്ങൾ കാര്യം കടത്തിയിട്ട് അവിടുന്ന് പോരണം. ആദർശാണ് അറിയാലോ, ചിലപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരിത് തന്നെ മൂന്നാലഞ്ച് പേരെ ഒറ്റയടിക്ക് ഇടിച്ച് ശരിയാക്കാനായിട്ട് ഉള്ള എനർജി ഉള്ളത് ആദർശാണ്. ശരിക്കും നിങ്ങൾക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിടെ നല്ല ചത കിട്ടും. അതുകൊണ്ട് ആദർശനെ കണ്ട ആ സെക്കൻഡ് നിങ്ങൾ മുങ്ങിക്കോണം അവിടുന്ന്. ഒരു കാരണവശാലും അവിടെ നിൽക്കരുത് എന്നൊക്കെ പറയണം. ഗുണ്ടകളൊക്കെ പിന്നെ അതൊക്കെ ഏറ്റെടുത്തു. അവന്മാർ പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ അടുത്താ, ഞങ്ങൾ ഇത്ര ആൾക്കാരുണ്ട്, അവന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പണികളൊക്കെ തീർത്തിട്ട് പോകുമെന്ന് പറയാണ്. ഈ സമയത്ത് അബിയുടെ അടുത്തേക്ക് ജലജ് വന്നിട്ട് ചോദിച്ചു, എന്താ മോനെ, എന്താ അവര് പറഞ്ഞേ, കാര്യങ്ങളൊക്കെ സക്സസ് ആയെന്ന് ചോദിക്കുകയാണ്. എൻ്റെ അമ്മയെ സക്സസ് ആയിട്ടൊന്നും ഇല്ല, അയാളെ കിടന്നൊന്ന് ഉറങ്ങണ്ടേ, അയാളൊന്ന് ഉറങ്ങിയെങ്കിൽ അതിൻ്റെ അകത്ത് കയറി ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയാം. അല്ല അമ്മ എന്താ ഉറങ്ങാത്തെ, എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റൂടാ, ആ സന്തോഷ വാർത്ത കേൾക്കാതെ ഉറങ്ങാൻ പറ്റുമോ? നാളെ നേരം വെളുത്ത് കഴിയുമ്പത്തിന് ഒറ്റ വിഗ്രഹം പോലും അതിനകത്ത് കാണരുത്. അത് കാണാതെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന നയനയുടെ രൂപം എൻ്റെ മനസ്സിൽ. അതൊന്നും കാണാതെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. കിടന്നാൽ പോലും എനിക്ക് ഉറക്കം വരില്ല, അറിയാവുന്ന ചോദിക്കുകയാണ്. അപ്പൊ അഭി പറഞ്ഞു, ഇതേ അവസ്ഥ തന്നെയാമേ എനിക്ക് അവൾ തകർന്നു കാണണം, അവളും അവളുടെ വീട്ടുകാരും കൂടെ. അതാ എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. എൻ്റെ ജീവിതം ഈ പരുവാക്കിയത് അവൾ ഒറ്റ ഒരുത്തി കാരണമാണ്. അല്ലെങ്കിൽ അവളെ നവ്യെന്ന് പറഞ്ഞ മരാമത്ത് എൻ്റെ തലയിൽ വന്ന് കയറില്ലായിരുന്നൊക്കെ പറയാണ്. പിന്നീട് അഭി മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും നവ്യ നല്ല ഉറക്കമായിരുന്നു ഉറങ്ങുന്നത്. അഭിക്കാണ് ഉറക്കം വരാതെ അവിടെ അഭി ഇരിക്കുവാണ്. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് നവ്യ കണ്ണ് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേനും കാണുന്ന കാഴ്ച അഭി ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പൊ അഭിയോട് ചോദിച്ചു, നീ എന്താ അഭി ഉറങ്ങാത്തെ, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഓ, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, നീ കടന്ന് ഉറങ്ങിക്കോളാൻ പറയാണ്. അതെന്താ നീ ഉറങ്ങുന്നില്ലേ? എന്റെ ഉറക്കമൊക്കെ എന്നേ പോയതാ, നിന്റെ കല്യാണം കഴിച്ചതോടുകൂടി എന്റെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടതാ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. നബീകനോട് ദേഷ്യം വന്നു. പറച്ചിൽ കേട്ടാ തോന്നൂലോ ഞാൻ എന്താണ്ട് നിന്നെ ഉറക്കാതിരിക്കുവാന്ന്. നിനക്ക് എന്ത് പറ്റി അഭിനയം ചോദിക്കണം. അല്ലേലും അതെ, ഇപ്പൊ നിനക്ക് എന്നോട് ആ പഴയ സ്നേഹമൊന്നുമില്ല. കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു, ചക്കരെ തേനെ പാലേന്നും പറഞ്ഞ് പറയാൻ നടന്ന, കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതൊക്കെ ആ ആദർശേട്ടൻ നയനയും കണ്ടുപിടിക്കുക. ആദർശേട്ടൻ നയനെ ഉള്ളം കയ്യിലാണ് കൊണ്ടു നടക്കുന്നത്. ഇവിടെ ഒരുത്തനുണ്ട്, പ്രേമിച്ച് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നയനെ പോയെന്ന് പറഞ്ഞിട്ട് ആ പുറകെ വാലാട്ടിക്കൊണ്ട് പോയേക്കുന്നു. ഞാനെങ്ങനെ പോയെങ്കിൽ നീ തിരിഞ്ഞു നോക്കും അബീന്ന് ചോദിക്കുകയാണ്. അബി പറഞ്ഞു, നീയാ പോയെങ്കിൽ ഞാൻ ആ പുറകെ പോലും വരത്തില്ല, നിനക്ക് തോന്നുമ്പോൾ നീ വരും, അല്ലാതെ പിന്നെ നിന്റെ പുറകെ നിന്നെ കൂട്ടാൻ ഞാൻ വരുമല്ലേ എന്ന് പറയാണ്. നബി പറഞ്ഞു, എനിക്കറിയാം നീ ഇങ്ങനെയൊക്കെ കാണിക്കോളെന്ന് എനിക്കറിയാന്ന് പറയണം. അപ്പൊ അബി പറഞ്ഞു, ദൈവത്തെ ഓർത്തൊന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടോ, മനുഷ്യന് മനസ്സമാധാനം വേണ്ട, ഞാൻ എപ്പോഴേലും ഉറങ്ങിക്കോളാന്ന് പറഞ്ഞ് നബിയെ ചീത്ത പറയണം. നബിയെ ദേഷ്യപ്പെട്ട് തിരിഞ്ഞു കിടന്ന് അങ്ങോട്ട് ഉറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്ന കനകയുടെ അടുത്ത് നന്ദു പറയുന്നുണ്ട്, അമ്മേ അതെ നാളെ നമ്മുടെ പ്രതിമകളെല്ലാം പ്രതിമകൾ വിഗ്രഹങ്ങളെല്ലാം കൊണ്ടാകത്തില്ലെന്ന് ചോദിച്ചു. കൊണ്ടുപോകും, എത്രയോ കാലത്തെ അധ്വാനത്തിന്റെ ബലമല്ലേ അച്ഛന്റെ അമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ. അപ്പൊ വലിയൊരു എമൗണ്ട് ഒക്കെ കിട്ടുമായിരിക്കില്ലേ? കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണ്ടേന്ന് ചോദിക്കും. ബെസ്റ്റ്, എനിക്ക് എങ്ങനെയല്ലോ പലിശക്കാരന്റെ പൈസയും കൊടുത്ത് ആധാരം ഒന്ന് തിരിച്ചു മേടിച്ചാൽ മതി എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പാവം എന്റെ നയനമോള് എത്രയാന്ന് വെച്ചാൽ കിടന്ന് കഷ്ടപ്പെടുന്നേ. അവളുടെ ആ മനസ്സിന്റെ പകുതിയുടെ പകുതി പോലും നിന്റെ വേറൊരു ചേച്ചി ഉണ്ടല്ലോ, അവക്കില്ലല്ലോ നവ്യ. നന്ദു പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഈ സമയത്ത് അവളെ കുറിച്ചൊന്ന് പറയാതിരിക്കാവോ, മനുഷ്യനൊരു സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്ന് പറയാം. നന്ദു പറഞ്ഞു, നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ അമ്മ എന്ന് ചോദിക്കണം. തണുപ്പൊക്കെ ഉണ്ട്, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഞാൻ കുറച്ച് തീ ഇട്ടെന്ന് ചോദിക്കണം, പുറത്ത് പോയിട്ട് വിറകൊക്കെ കൂട്ടി നമുക്കൊരു ക്യാമ്പ് ഫയർ അങ്ങ് വെച്ചാലോ എന്ന് ചോദിക്കണം. കനക ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി എന്തെന്ന് ചോദിക്കണേ. അമ്മേ നാളെ സന്തോഷമുള്ള ദിവസമല്ലേ, അപ്പൊ നമുക്ക് ഇന്നും കൂടെ അടിച്ചു പൊളിക്കാന്ന് പറയാണ്, നമുക്ക് ചേച്ചീനെയും ചേട്ടനെയും കൂടെ കൂട്ടാന്ന് പറയണം.
നന്ദു പോയി എന്ത് ചെയ്യണം, അവിടെ നിന്നിരുന്ന് വിറകൊക്കെ എടുത്തിട്ട് കുറേ വിറകെല്ലാം കൂടെ കൂട്ടിയിട്ട് അവിടെ തീയെല്ലാം കത്തിക്കണം. എന്നിട്ട് പറഞ്ഞു വാമ്മേ വാന്ന് പറയാണ്. അങ്ങനെ കനകേനെ വിളിക്കണം. കന വിളിഞ്ഞ് ഇപ്പോ പെണ്ണെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ വാന്നും പറഞ്ഞ് കനകേനെ വിളിക്കുകയാണ്. പിന്നീട് അകത്തുനിന്ന് ഈ സമയത്താണ് ആദർശ് നയനെ ഇറങ്ങി വരുന്നത്. അവർ കണ്ടു ഈ കാഴ്ച. എന്നിട്ട് നയനെയും വിളിക്കുവാണ്, ബാ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവരെല്ലാം കിടന്ന് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയൊക്കെയാണ്. വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറിച്ച് അവർ ചിന്തിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഗോവിന്ദൻ എന്ത് ചെയ്യുവാണ്, ഗോവിന്ദൻ അവിടെ കിടന്ന് നല്ല ഉറക്കത്തിലേക്ക് വഴുതി മറിയും. കാരണം ക്ഷീണം ഉള്ളതുകൊണ്ട് കിടന്നപടി അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റിട്ട് വെള്ളമൊക്കെ കുടിച്ചായിരുന്നു. പിന്നെയും കിടന്നങ്ങ് ഉറങ്ങുവാണ്. അങ്ങനെ നല്ല ഉറക്കത്തിന് സമയത്ത് ഒരു എന്തോ ഒന്ന് ചാടി വീഴുന്ന ഒച്ച കേട്ടപ്പോഴൊക്കെ ഒന്ന് ഞെട്ടി എഴുന്നേറ്റ്. നേരത്തേക്ക് എന്തോ വീഴുന്ന പോലെ നോക്കിക്കഴിഞ്ഞത്തിന് മുറിയിലൊക്കെ ആരൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച വിഗ്രഹങ്ങളൊക്കെ കുറച്ച് അവന്മാർ കയറി അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നൊക്കെയായിരുന്നു കാണുന്നത്. അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന കാണുമ്പോഴത്തേനും ഗോവിന്ദന് വല്ലാത്ത ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഗോവിന്ദന്റെ അവസാനം എന്ത് ചെയ്യും, അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. പക്ഷെ അവന്മാർ എന്ത് ചെയ്യുവാണ്, അവന്മാര് ഗോവിന്ദനെ അടിച്ചടിച്ച് ശരിയാക്കി വിടുവാണ്. ഗോവിന്ദന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഈ സമയത്ത് സഹായി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവൻ കണ്ണു തെളിച്ചപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദനിട്ട് അടി കൊടുക്കുന്നൊക്കെയാ. പിന്നെ അവന് നയനെയും ആദർശിനെയും ഒക്കെ വിളിക്കാനായിട്ട് ഓടുന്നുണ്ട്. രാത്രി പോയി ഓടി അവരെ വിളിച്ചുകൊണ്ടൊക്കെ വരുമ്പോഴത്തേനും കുറെ ദൂരം ഉണ്ടായിരുന്നല്ലോ. വരുമ്പോഴത്തേനും ഇവന്മാർ ഇവിടുന്ന് വിഗ്രഹങ്ങളെല്ലാം കടത്തിക്കൊണ്ട് പോയായിരുന്നു. അപ്പത്തേനും തന്നെ നേരമൊക്കെ വെളുത്തിട്ട് വിഗ്രഹങ്ങൾ ഇവന്മാരെ കടത്തിക്കൊണ്ട് പോയി. നേരം വെളുത്തു കഴിഞ്ഞപ്പോ അവരെ എത്തിയത്. നേരം വെളുക്കാറായപ്പോഴായിരുന്നു ഗോവിന്ദൻ കിടന്നുറങ്ങിയത് തന്നെ. ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടന്നത് തന്നെ. പിന്നീട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ അലമുറയിട്ട് കരയുകയോ ചെയ്യുന്നത്. കനകയെല്ലാം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്ന് ഷൺമുഖണ്ണന് വിഗ്രഹങ്ങളൊക്കെ കൊടുക്കണ്ട. രാവിലെ തന്നെ ഷൺമുഖണ്ണൻ വന്നു വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് അടിയേറ്റ് കിടക്കുന്ന ഗോവിന്ദനെയും ചുറ്റും കൂടുന്ന കരയുന്ന എല്ലാവരെയും ഷൺമുഖണ്ണൻ എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. അപ്പൊ ആദർശം എന്ന് പറയുന്നുണ്ട്, എത്ര വേണം നഷ്ടപരിഹാരത്തുക തരാം, നിങ്ങൾ പറയുന്ന എന്തും ചെയ്തു തരാം. ഞാൻ വിഗ്രഹങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോയെന്ന് പറയാം. അയാൾ നെഞ്ചിട്ടടിച്ച് നിലവിളിക്കുക. ക്ഷേത്രത്തിൽ ഉത്സവത്തിന് 2 ദിവസമുള്ളൂ. ഈ 2 ദിവസത്തിനുള്ളിൽ വിഗ്രഹങ്ങൾ കൊടുക്കണ്ട, അതോ പ്രത്യേകിച്ച് അതിന്റെ അളവും അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു ചെയ്യിച്ച കാര്യങ്ങളാ. ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഉത്സവം മുടങ്ങും. അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോകുന്ന കാര്യമാണ്. പൈസയ്ക്കല്ല അവിടെ പ്രധാനം, വിഗ്രഹമാണ് അവിടെ വേണ്ടത്. ഞാൻ ഇനി എന്ത് ചെയ്യണം, ഇതിനേക്കാളും പേര് ഞാൻ പോയി ചത്താൽ മതി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. നയനിക്കോ അവർക്ക് ആർക്കും ഒന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് മാത്രം സങ്കടം ഉണ്ടായിരുന്നു. എല്ലാവർക്കും സങ്കടമാണ്. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ വന്നപ്പോഴത്തേനും നന്ദു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് പോയി അന്വേഷിക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് ആദർശം പോവാണ് അന്വേഷിക്കേണ്ടത്. അപ്പൊ ആദർശിന്റെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ മിന്നി മറയുന്നുണ്ട്. ഗോവിന്ദനോട് ചോദിച്ചു അവരെങ്ങനെയാ വിഗ്രഹങ്ങൾ കൊണ്ടുപോയെന്ന്. അപ്പൊ ലോറിക്കാന്ന് പറഞ്ഞു. അപ്പൊ ആദർശം ഇങ്ങോട്ട് കരുന്ന കഴിക്കുന്ന സമയത്ത് ഒരു ലോറി ഈ ടാർപ്പായൊക്കെ മൂടി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആദർശം ഇങ്ങനെ അതിന്റെ നമ്പർ വല്ലതും ഓർത്തിരിക്കുന്നുണ്ടോ എന്നിങ്ങനെ മൈൻഡിൽ ഒന്നിങ്ങനെ സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ ആദർശിന് 1-2 അക്കവും കിട്ടി. വണ്ടിയുടെ ആ പിക്കപ്പിന്റെ അക്കമൊക്കെ കിട്ടുവാണ്. പിന്നീട് പോലീസിനെ വിളിച്ച് പറയുന്നൊക്കെയുണ്ട്, ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ മോഷണം പോയി സാർ, എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറയാണ് പോലീസിനെ വിളിച്ചിട്ട്. പിന്നീട് പോലീസുകാർ പറയുന്നുണ്ട് നോക്കാൻ ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.